ഏവർക്കും ഞങ്ങളുടെ മൺഡേ റൂട്ട് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലുവ മണപ്പുറത്തെ ക്ഷേത്രമാണ്. മണപ്പുറം അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. മണപ്പുറം പരിസര പ്രദേശങ്ങളുമാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഷൂട്ടിങ്ങിന് ശേഷം നമ്മൾ പോകുന്നത് മാർത്താണ്ഡവർമ്മ പാലത്തിലേക്കാണ് പോകുന്നത്. പാലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയിരുന്നാൽ കാണാൻ പറ്റും. എന്നാലും നമ്മൾ അവിടെ പോയിട്ട് പാലത്തിൽ നിന്നുള്ള വ്യൂസ് എല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകും. ഇവിടെ നിന്നാണ് ആലുവ മെട്രോ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. അത് കാണാം. അത് കഴിഞ്ഞ് ആലുവ ടൗണിലൂടെ ചുറ്റിക്കറങ്ങി നമ്മൾ തിരുവരാണിക്കുളം ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. കാണുന്നതാണ് മാർത്താണ്ഡവർമ്മ പാലം. പിന്നെ വാഹനങ്ങളൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് നോക്കിയിരുന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്ന പാലം എന്ന് പറയുന്നത് വാഹനങ്ങളൊന്നും പോകുന്നതല്ല. ഈ പാലം നമുക്ക് ആൾക്കാർക്ക് ഇവിടെ തിരക്ക് കൂടുന്ന സമയത്ത്, ഇവിടെ ബലിയൊക്കെ ചെയ്യുന്ന സമയത്ത്, തിരക്ക് കൂടുന്ന സമയത്ത് ആളുകൾക്ക് ആലുവ ടൗണിലേക്ക് പോകാനുള്ള എളുപ്പ മാർഗ്ഗമാണ്. ഇങ്ങനെ പുതുതായിട്ടുണ്ടാക്കിയ പാലമാണ്. ആ ഫെൻസിങ് കാണുന്നില്ലേ, ആ ഫെൻസിങ്ങിന് അപ്പുറത്തേക്ക് ആരും കടക്കാൻ പാടില്ല. അവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഒരുപാട് പേര് വീണ് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫെൻസിങ് വെച്ച് എല്ലാം മറച്ചിരിക്കുകയാണ്, സേഫ്റ്റി ഗാർഡായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ആരും കടക്കാൻ പാടില്ല. പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ കമ്പുകളും കോലുകളും എല്ലാം എന്ന് പറയുന്നത് ബലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾക്ക് ബലിപ്പുരകൾ കെട്ടുന്ന സ്ഥലങ്ങളാണ്. അത് മുഴുവനും ഈ കാണുന്ന പ്രദേശം മുഴുവനും ബലിപ്പുരകളാണ്. ഈ അടുത്ത് നമ്മൾ കാണുന്നത് ബലിപ്പുരകളാണ്. ഇതെല്ലാം വിവിധ സമുദായക്കാരുടെ വിവിധ ബലിപ്പുരകളാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ കാണാം. അതിനിപ്പോൾ അടുത്ത മാസം തൊട്ട് കർക്കിടക മാസം ആകുമ്പോഴത്തേക്കിന് അത് തുടങ്ങും. അപ്പോൾ കാണാൻ പറ്റും. ശിവരാത്രി സമയത്ത് വരണം. ശിവരാത്രി അപ്പോഴാണ് ഇവിടുത്തെ ആഘോഷങ്ങളും ഇവിടെ കാണാനുള്ളത് എല്ലാം. ലോകത്തുള്ള സകലവിധ മനോരഞ്ജൻ എല്ലാവരും ഇനി വരും. ഇവിടെ എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടേ പോവുള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഈ റോഡ് മുഴുവൻ അങ്ങ് ജനം നിറഞ്ഞ് നിൽക്കുമെന്ന്. അങ്ങനെയാണ്. പിന്നെ പാലം വരുന്നതിന് മുമ്പ് വള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് വള്ളമൊക്കെ. രാത്രിയിലും പകലും ഒക്കെ വള്ളമൊക്കെ മുങ്ങി അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അവിടെ പാലമൊക്കെ പണിതത്. 1-2 വർഷമായിട്ടേ ഉള്ളൂ പാലം പണിതിട്ട്. പാലം നല്ല ഗംഭീര പാലമാണ്. പാലം വന്നതിന് ശേഷം അപകടമൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി ഗാർഡ്സൊക്കെ ഉണ്ട്. എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാത്തരം സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് ദേശം കവല. ദേശം എന്നറിയപ്പെടുന്നത് ദേശം എന്ന് പറയുന്നത്. ആളുകളെല്ലാം പറയും ദേശം എന്ന് പറയും. ഇതാണ് ദേശം കവല എന്ന് പറയുന്ന ജംഗ്ഷനാണിത്. ഇവിടെ അടുത്താണ്, ദേശം കവലയ്ക്ക് അടുത്താണ് നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ വീട്. ഈ നമ്മൾ കാണാൻ പോകുന്നതാണ് ആലുവയിലെ മംഗലപ്പുഴ പാലം എന്ന് പറയുന്നത്. ഇത് 1 വേ ആണ്. അപ്പുറത്തും ഉണ്ടായിരുന്നു 2 വേയിലും പാലമുണ്ട്. 2 വശത്തും പാലമുണ്ട്. അങ്ങോട്ട് പോകുന്നതിനും ഇങ്ങോട്ട് പോകുന്നതിനും പാലമുണ്ട്. റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് അങ്ങോട്ട് പോകുന്ന പാലമാണ്, നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് മംഗലപ്പുഴ പാലം. കണ്ട ഇങ്ങോട്ട് പെരിയാറിൻ്റെ 2ആയിട്ട് തിരിഞ്ഞു വന്നിരിക്കുന്നതിൽ ഒരു ഭാഗമാണ് ഇത്.
അപ്പോൾ ഇനി നമ്മളിപ്പം പോകാൻ പോകുന്നത് മംഗലപ്പുഴ പാലം കണ്ടു, നമ്മൾ മണപ്പുറം കണ്ടു. ഇനി അത് കഴിഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ പാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ശിവരാത്രി സമയങ്ങളിലാണ്. ശിവരാത്രി ഒരു മാസക്കാലത്ത് ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഈ സമയത്ത് ഈ റോഡിലൊന്നും യാതൊരു ലക്ഷ്യം ഇതുണ്ടാകത്തില്ല. അത്രയ്ക്ക് തിരക്കായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ അപകടങ്ങളെല്ലാം വളരെ വളരെ കുറവാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാം മുനിസിപ്പാലിറ്റി, ആരോഗ്യ മുനിസിപ്പാലിറ്റി എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇനി അടുത്തത് പോകാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മ പാലത്തിലേക്കാണ് പോകുന്നത്. അത് മുമ്പത്തെ പാലം പോലെ 2 പാലമാണ്, 2 റൂട്ടിലാണ്, 1 വേ ആണ്. ഓരോ പാലത്തിലും 1 വേ ആയിട്ട് വെച്ചിരിക്കുന്നത്. പാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആലുവ മെട്രോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് കാണാം. ഇപ്പം നമുക്കത് കണ്ടിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. മാർത്താണ്ഡവർമ്മ പാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് മാർത്താണ്ഡവർമ്മ പാലം. ഈ പാലത്തിൽ നിന്നുകൊണ്ട് നോക്കിയിരുന്നാൽ മണപ്പുറം കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള അങ്ങോട്ട് നോക്കിയാൽ മണപ്പുറവും അവിടെ നിന്ന് പെരിയാർ ഒഴുകി വരുന്നതും എല്ലാം നമുക്ക് കാണാം. ആ നേരെ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നത്. അതിൻ്റെ സ്റ്റേഷൻ്റെ ആരംഭ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലം, ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നത് അതാണ് മെട്രോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി ചെല്ലണം. അവിടെ അതിനുള്ള ആവശ്യമുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എക്സിലേറ്ററും സ്റ്റെപ്പും എല്ലാം ഉണ്ട്. നേരെ കയറി പോയാൽ മതി. ആ ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, അത് അതിൻ്റെ മുകളിൽ കാണുന്നതാണ്. അതിൻ്റെ മുകളിലാണ് മെട്രോ സ്റ്റേഷൻ ഇരിക്കുന്നത്. താഴെ എഴുതിയിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാന സ്ഥലം ഇതല്ല, അത് അപ്പുറത്താണ്. അതിന് അവൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ മുകളിൽ കണ്ടാൽ വലിയ ബഹളമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ മുകളിലൂടെ ഏത് നേരം എപ്പോഴും ട്രെയിൻ വരികയും പോവുകയും മെട്രോ വരികയും പോവുകയും ചെയ്യുന്നതാണ്. അത് നമുക്ക് അപ്പുറത്തൂടെ പോയി കുറച്ചൊക്കെ കാണാൻ പറ്റും. നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ മകളാലയം പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ഈ പാലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മകളാലയം പാലം ഇത് ശരിക്കും പറഞ്ഞിരുന്നാൽ എയർപോർട്ടിലേക്കുള്ള റോഡാണ്. റോഡിൻ്റെ പണികളൊന്നും തീരാത്തത് കൊണ്ട് ഇത് പാലത്തിൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. പാലം ഇതാണ് മകളാലയം പാലം. മകളാലയം പാലം എന്ന് പറയുന്നത് കഴിഞ്ഞ 2018-19 വെള്ളപ്പൊക്കത്തിൽ ഈ പാലത്തിൻ്റെ ഒപ്പം വെള്ളം വന്നിരുന്നു. ഈ പാലത്തിനൊപ്പം വെള്ളം വന്നിരുന്നു. അങ്ങോട്ട് നോക്കിയിരുന്നാൽ അത് പരുന്തറാഞ്ച് മൈതാനം എന്ന് പറയുന്നൊരു സ്ഥലമാണ് ആ കാണുന്നത്. അതിപ്പം ക്ലാസ്സിൽ കൂടെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഒരു ദ്വീപ് പോലെ ഒരു കരപ്രദേശമാണ്. പെരിയാറിൻ്റെ നടുക്ക് കുറച്ച് കരപ്രദേശം കാണുന്നത്. അതിൽ കന്നുകാലികളെയൊക്കെ വളർത്തുന്നുണ്ട്, അതിനകത്ത് ഉണ്ട്. ഇതാണ് മകളാലയം പാലം. ഇപ്പോൾ നമ്മൾ വീണ്ടും മകളാലയം പാലത്തിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരെ ചെന്നിറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മകളാലയം പാലം. മകളാലയം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിരുന്നാൽ നമ്മൾ പെരുമ്പാവൂർ റൂട്ടിലാണ് പോകുന്നത്. റൈറ്റിലേക്ക് പോയാൽ നേരെ ആലുവ ടൗണിലേക്ക് ചെല്ലും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനാണ് മകളാലയം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിരുന്ന പെരുമ്പാവൂരേക്ക് എത്തും, റൈറ്റിലേക്ക് പോയിരുന്ന ആലുവയിലേക്ക് എത്തും. അതാണ്ട് സിഗ്നൽ ഇവിടെ കാണാം. കണ്ടോ, അടയാളം എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ആലുവ എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്ന സൈൻ ബോർഡ് നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ നേരെ പെരുമ്പാവൂർ റൂട്ടിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്കാണ്. അതിനു മുമ്പ് തിരുവൈരാണിക്കുളത്ത് ഇതുപോലെ ഇപ്പോൾ കടന്നു പോയതുപോലെയുള്ള ഒരു പാലമുണ്ട്. ആ പാലവും നമുക്ക് ഇതാണ് തിരുവൈരാണിക്കുളം ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിരുന്ന തിരുവൈരാണിക്കുളം പാലം കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഇവിടെ നിന്ന് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ പോയിരുന്ന പെരുമ്പാവൂർ എത്തും. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ആ പാലത്തിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ കിടക്കാൻ പോകുന്നത്. തിരുവൈരാണിക്കുളം പാലം മുമ്പേ കണ്ടതുപോലെയുള്ള മകളാലയം പാലം പോലെ തന്നെ ഉള്ള ഒരു പാലമാണ്. പക്ഷേ അതിന് മകളാലയം പാലത്തിനേക്കാൾ കുറേ പഴക്കമുള്ളതാണ് ഈ തിരുവൈരാണിക്കുളം പാലം. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് എഴുതിയിരിക്കുന്ന കമാനം കണ്ടില്ലേ, അതിന് അടുത്തത് പാലമാണ്. ഇതും പെരിയാറിൻ്റെ മുകളിലൂടെയുള്ള ഒരു പാലം, തിരുവൈരാണിക്കുളം പാലം.
തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ പോവുകയാണ്. ഇവിടെ വർഷത്തിലെ 12 ദിവസം തിരുവൈരാണിക്കുളം മഹാദേവി ക്ഷേത്രം തുറന്നിരിക്കുന്ന ദിവസം സമയത്താണ് ഇവിടെ ഈ റോഡ് മുഴുവനും അതിഭയങ്കരമായ തിരക്കും നാനാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളുടെയും വാഹനങ്ങളുടെയും ഒരു വലിയ ബാഹുല്യമായിരിക്കും. ഇവിടെ അത്ര ഒരു പുണ്യക്ഷേത്രമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ഈ വളവ് തിരിഞ്ഞാൽ ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ഗ്രാമപാതകളിലൂടെ ചെറിയ ഇട റോഡുകൾ വഴി എയർപോർട്ടിലേക്ക് എത്തുന്ന വഴിയിലൂടെ നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എത്തുന്നത്. പ്ലെയിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കാം. ഏതായാലും ഈ മഴയാണെങ്കിലും നമ്മൾ അവിടം വരെ പോകുന്നു, അത് കണ്ടിട്ട് തിരിച്ചു പോകുന്നു. അതോടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുന്നതായിരിക്കും. നമ്മൾ നിൽക്കുന്നത് ഇവിടെ നോക്കുന്ന ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന പ്ലെയിൻ വരുന്നത് കാണാം. അതിൻ്റെ ലൈറ്റുകൾ കാണുന്നുണ്ട്. പ്ലെയിൻ ഇപ്പോൾ വന്ന് എയർപോർട്ടിനുള്ളിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിരുന്നാൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇത്ര മഴയാണെങ്കിലും ഇത്ര ഒരു സന്ദർഭം നമുക്ക് കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാനും കരുതുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിലേക്ക് നോക്കിയിരുന്നാൽ എല്ലാം കാണാം. ഇവിടെ കൊണ്ട് ഇന്ന് ഈ പ്ലെയിൻ ഇറങ്ങുന്നത് കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ്.